السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നൂറെ മദീന ഇതിന്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഹിബ്ബീങ്ങൾ നാട്ടിലും വിദേശത്തും ഗൾഫിലും ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുടങ്ങാതെ ഇൽമ പഠിക്കുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ അവർ തിരിച്ച് ചോദിക്കാറുണ്ട്, എന്തേ ക്ലാസ് നടക്കാത്തത്? ചില കാരണങ്ങളെ കൊണ്ട് ക്ലാസ് മുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി വഹിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത ഒരു ആയത്ത്. അവന്റെ നിത്യജീവിതത്തിൽ ഈ ആയത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യണം. ആ ആയത്താണ് ആയത്തുൽ ഫത്ഹ്. ഉലമാക്കന്മാർ അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തുൽ ഫത്ഹ് ഏതാണ്? സൂറത്തുൽ ഫത്ഹ് അല്ല. ഇന്ന് പഠിക്കുന്നത് ആയത്തുൽ ഫത്ഹ്. നമുക്ക് പരിചയമുള്ള, അത് എല്ലാ ദിവസവും ഓതുന്ന ഒരു ആയത്താണ് ആയത്തുൽ ഫത്ഹ്. അതിന് എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ആയത്തുൽ ഫത്ഹിനെ ആരെങ്കിലും എഴുതി വെച്ചാൽ, ബിസ്മിയോടുകൂടി ഒരാൾ എഴുതി വെച്ചാൽ, വീട്ടിൽ വെച്ചു, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലോ കടയിലോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വൃത്തിയുള്ള സ്ഥലത്തിൽ ഒരാൾ എഴുതി വെച്ചാൽ, ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയോ അല്ലെങ്കിൽ പ്രേമത്തിന്റെ കടയിൽ നിന്ന് കൊടുന്ന വിഷയമല്ല പറയുന്നത്, അത് വിരോധമില്ല. എന്നാലും ഇത് എഴുതണം, മക്തൂബ് എഴുതണം. ഏത് നിന്റെ വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ പാരായണം ചെയ്താൽ അതിന്റെ നേട്ടമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അത് ഒരു തവണ പാരായണം ചെയ്താൽ അവനിക്ക് ഐശ്വര്യമുണ്ടാവും, അവനിക്ക് ബർക്കത്തുണ്ടാവും, വീട്ടിൽ വലിയ വലിയ സമാധാനമുണ്ടാവും, സന്തോഷമുണ്ടാവും. പരസ്പരം കുടുംബ ബന്ധത്തിൽ ഭാര്യ മക്കൾ പരസ്പരം സ്നേഹമുണ്ടാവും, ഐക്യമുണ്ടാവും. അങ്ങനെയുള്ള ഒരു ആയത്താണ് ആയത്തുൽ ഫത്ഹ്. വീട്ടിൽ ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോഴും, വീട്ടിൽ നിന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓതൽ സുന്നത്തായ ഒരു ആയത്താണ്. ആ ആയത്തുൽ ഫത്ഹ് ആരെങ്കിലും പാരായണം ചെയ്താൽ അവന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവൂല. അങ്ങനെയുള്ള ഒരു ആയത്താണ് ആയത്തുൽ ഫത്ഹ്. പൈശാചികമായ, പിശാചിന്റെയോ ജിന്നിന്റെയോ ഇബ്ലീസിന്റെയോ എന്തെങ്കിലും വീട്ടിൽ ഷർറുണ്ടെങ്കിൽ ആ ആയത്തുൽ ഫത്ഹിന്റെ കാരണം കൊണ്ട് എല്ലാം അല്ലാഹു തആല നീക്കി തരും. അങ്ങനെയുള്ള ഒരു ആയത്തുൽ ഫത്ഹാണ്. ഒരുപാട് ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ ഈ ആയത്തുൽ ഫത്ഹിനിക്ക് ഒരുപാട് ശറഹുകൾ, കിതാബുകൾ രചിച്ചിട്ടുണ്ട്. സിഹറോ, കണ്ണീരോ, അദാവത്തോ, പരസ്പരമുള്ളതായ ചൊടിയോ അസൂയോ ഒരു ശർറും ഉണ്ടാവില്ല, അവന്റെ വീട്ടിൽ ബാധിക്കുകയില്ല. ഇതൊന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ പാരായണം ചെയ്യണം. പിന്നെ യസീദുർ റിഫഖ്, ഉപജീവിത മാർഗം, വരുമാന മാർഗം, വേണ്ട ഭക്ഷണം, വസ്ത്രം, ബർക്കത്തെല്ലാം നിലനിൽക്കും. അങ്ങനെയുള്ള ഒരു ആയത്താണ് ആയത്തുൽ ഫത്ഹ്. പിന്നെ അതിന്റെ മഹത്വം പറയുന്നത് നുസൂലുസ് സകീന, അവന്റെ വീട്ടിൽ സമാധാനമുണ്ടാവും, ശാന്തി ഉണ്ടാവും, ഐശ്വര്യമുള്ള ജീവിതമുണ്ടാവും. പഴയ കാലത്ത് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വീട്ടിലും ആയത്തുൽ ഫത്ഹ് ഓതാത്ത ഒരു വീടും ഉണ്ടാവുമായിരുന്നില്ല. കുട്ടികൾക്ക് ആയത്തുൽ ഫത്ഹ് പഠിപ്പിക്കും, ആയത്തുൽ ഫത്ഹ് പഠിപ്പിക്കും, തെറ്റില്ലാതെ പഠിപ്പിക്കും ഉമ്മമാർ. പഴയ കാലത്ത് ഉമ്മമാറും ഇന്നും അങ്ങനെയുണ്ട്. അത് ആയത്തുൽ ഫത്ഹ് എന്താണ് ഇൻഷാ അല്ലാഹ് പഠിക്കാം. പിന്നെ സമ്പത്തിൽ വർധനമുണ്ടാവും,
സമ്പത്തിൽ വർധനമുണ്ടാവും, വീട്ടിൽ ഐശ്വര്യമുണ്ടാവും. ഒരു മരിച്ചതായ ഒരു ഉപ്പാന്റെയോ ഒരു ഉമ്മാന്റെയോ ഖബറിന്റെ കീഴിൽ പോയിട്ട് ഒരു ആയത്തുൽ ഫത്ഹ് ഓതിയാൽ, ആ ആയത്തുൽ ഫത്ഹ് ഓതിയാൽ 40 ദിവസം ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഖബറിനെ അല്ലാഹു തആല പ്രകാശിപ്പിക്കും. അതാണ് ആയത്തുൽ ഫത്ഹ്. ആ ആയത്തുൽ ഫത്ഹ് നമ്മൾക്ക് പഠിക്കണം, തെറ്റില്ലാതെ ഓതണം. ഒരുപാട് ആയത്തുകളുണ്ട്. നിസ്കരിച്ചതിന് ശേഷവും സലാം വീട്ടിന് ശേഷവും വീട്ടിലേക്ക് കയറുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ഇത് ഓതൽ നല്ലതാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സൂറത്തുൽ ഖുറൈശും ആയത്തുൽ ഫത്ഹും ഓതണം. യാത്രയിൽ വരുന്നതായ അപകട ബുദ്ധിമുട്ടുകൾ, എല്ലാ ശർറുകളെയും ഇല്ലാണ്ടാക്കും ഈ ആയത്തുൽ ഫത്ഹ് ഓതിയാൽ. വീട്ടിൽ കയറിയ പാട് ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവുകയില്ല. ആയത്തുൽ ഫത്ഹ്. നമ്മുടെ വാഹനം മനോഹരമായ നമുക്ക് വാഹനമുണ്ട്. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളത്തിൽപ്പെട്ട ഒരു 3 കാര്യം മുത്തുനബി തങ്ങൾ പറയുന്നു. അതിൽപ്പെട്ട ഒന്നാണ് അവന്റെ വാഹനം. അവന്റെ വാഹനത്തിൽ ഒരു അപകടമുണ്ടാവൂല. ഈ ആയത്തുൽ ഫത്ഹിനെ മനോഹരമായ നിലക്ക് ബിസ്മിയോടുകൂടെ ഒരക്ഷരം തെറ്റാതെ ഒരാൾ എഴുതി വെച്ചാൽ വൃത്തിയുള്ള സ്ഥലത്ത്, അങ്ങനെയാണ് ഇതിനെ വെക്കേണ്ടത്, എഴുതേണ്ടത്. ഇനി ആയത്തുൽ ഫത്ഹ് കടയിലോ പീടികയിലോ കിട്ടുന്നുണ്ട്, അതിന് നമ്മളെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്, അത് നല്ലതാണ്, അത് വിരോധമല്ല. ഇവിടെ പറയുന്നത് ആയത്തുൽ ഫത്ഹ് ഓതണം, അല്ലെങ്കിൽ ആയത്തുൽ ഫത്ഹ് എഴുതി വെക്കണം. ആ എഴുതി വെച്ചാലുള്ള നേട്ടങ്ങളാണ് ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ ഫത്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. അത് ഏതാണ് ആയത്തുൽ ഫത്ഹ്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയാണ് നമ്മളെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു ആയത്താണ്. എല്ലാ ആയത്തിന്റെയും ലീഡർ, നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുൽ കുർസി. ആയത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ ആയത്താണ്. ഇതിനെ ഓതിയാൽ വിജയമുണ്ടാകും. അതിലെല്ലാം അല്ലാഹു തആലയുടെ നാമങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാം തന്റെ തഫ്സീർ റാസിയിൽ ഒരുപാട് പേജുകൾ ആയത്തുൽ കുർസിക്ക് വ്യാഖ്യാനങ്ങൾ നൽകി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതിൽ ഇസ്മുൽ ആളമുണ്ട്. ആ ഇസ്മുൽ ആളമിനെ കൊണ്ട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, ആയത്തുൽ കുർസി ഓതിട്ട് പ്രാർത്ഥിച്ചാൽ അവന്റെ ദുആക്ക് ഉത്തരമുണ്ട്. ആയത്തുൽ കുർസി ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂറത്തുൽ ബഖറ ഓതണം. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ അലിഫ് ലാം മീം അവിടുന്ന് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, എന്നിട്ട് ആയത്തുൽ കുർസി, ആമന റസൂൽ. ഇത് 3 ഭാഗമായിട്ടാണുള്ളത്. തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതിന്റെ വരിയിൽ ആയത്തുൽ കുർസി, അതിന്റെ അവസാനത്തിൽ ആമന റസൂൽ. ഇത് ഒരു മുഅ്മിനായ ഒരു സത്യവിശ്വാസി വഹിച്ചുകൂടാൻ വേണ്ടി എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അല്ലാഹു തആല ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. എത്രയോ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ രോഗികളാണ്, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ദുആ ചെയ്യണേ, മയ്യത്ത് നിസ്കരിക്കണേ എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല മരണപ്പെട്ടു പോയവർക്ക് സഫർ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ആയത്തുൽ കുർസിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഫർ മാസമാണ്, അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒരു 11 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, റബ്ബിലേക്കൊന്ന് മടങ്ങുക. ഇസ്തിഗ്ഫാർ ചെയ്ത് ഒരു മനുഷ്യനെയും അല്ലാഹു തആല ശിക്ഷിച്ചിട്ടില്ല, അവനെ പരാജയപ്പെട്ടിട്ടില്ല. ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു തആലയുടെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും.
أستغفر الله العظيم 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 الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحمن يا الله നിങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ ഇതുവരെ കേട്ട ഇൽമുകൾ അല്ലാഹ് നീ ഞങ്ങൾക്ക് നാഫിയാക്കണേ റഹ്മാനെ. ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് ആൾക്കാർ രോഗികളാണ്, സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ എന്തെല്ലാം നേട്ടങ്ങൾ നീ കണക്കാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്, അതെല്ലാം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. രോഗികൾക്ക് പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.